വെളിയത്ത് നാട്ടിൽ ഏതൊരു മനുഷ്യനെ ജീവിക്കാൻ വരുമ്പോഴും അവരുടെ നിലനിൽപ്പ് വെളിയത്ത് അഞ്ചുമൂർത്തി തമ്പുരാനും ആയിരവല്ലി തമ്പുരാനുമാണ്. 700 വർഷത്തെ ഇതിനകത്തെ 8 നാണയത്തുട്ടുകൾ ഇരിപ്പുണ്ട്. അത് 8 അപ്പൂപ്പന്മാരുടെ ആ സംരക്ഷണത്തിലാണ് ഇതിരിക്കുന്നത്. അഷ്ടദിക്ക് ക്ഷേത്രങ്ങളിൽ എന്ന് പറയുന്നത് പോലെയുള്ളൊരു ഇതുണ്ട്. അത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് ഇന്ന് വരെ ആർക്കും അറിയത്തില്ല. എൻ്റെ അപ്പൂപ്പനും അറിയത്തില്ല, അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും അറിയത്തില്ല. 700 വർഷത്തെ പഴക്കമുണ്ട്. ഇവിടെ ഒരു ശംഖും ഒരു തകിടിനകത്ത് എഴുതിയ ഒരു ശംഖചക്രത്തിൻ്റെ ഇത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലത്താണോ എന്നറിയത്തില്ല ഇതിവിടെ സ്ഥാപിച്ചത്. അതും ഇവിടെ ദൈവവും ഈ അപ്പൂപ്പനും അല്ലാതെ വേറെ ആരുമില്ലേ. എൻ്റെ ദൈവമേ, ഞങ്ങളിങ്ങനെ ഇതൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കൂട്ടുന്നത്. അതിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ ഒന്നും ഇപ്പം പറയാനോ. ഇവരുടെ മുമ്പിലാണ് അവരുടെ ജീവിതം ഉറച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ പാറയിൽ നിന്ന് ഊട്ടിയിട്ടാണ് വെളിയത്ത് അഞ്ച് ഭഗവാന്റെ മുന്നിലേക്ക് ഞങ്ങൾ രണ്ടാമത് കൈയെടുത്തുർത്തുന്നത്. ഈ വേടന്മാരെ ഇന്ന് സംരക്ഷിക്കുന്നത് ആയിരവല്ലി തമ്പുരാനും വെളിയത്ത് അഞ്ച് ഭഗവാനുമാണ്. ചെറുതായിട്ടൊരു മഴക്കാറുമുണ്ട്, വെയിലും ചെറുതായിട്ടേ ഉണ്ട്. ആ ജോലിയും വേലയും തീരോളം സത്യമായ കാര്യങ്ങളാണ്. അതൊക്കെ സത്യം നിലനിൽപ്പുള്ളതാണ്. അത് തന്നെയല്ലേ ഞങ്ങളുടെ അങ്ങനെ ഒരു വലിയമ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവർ നിങ്ങളെ കളിച്ചു ചിലർക്ക് നമ്മളെ അവഗണിക്കുന്നവരോട് നമുക്ക് വെറുപ്പാണ്. നമ്മളെ സംസാരത്തെ കളിയാക്കുന്ന കുറെ ജനവിഭാഗക്കാരുണ്ട്. അത് ഞങ്ങൾ വിദ്യാഭ്യാസം ചെയ്യാത്ത കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു സംസാര ശൈലി. പക്ഷെ ഇപ്പോഴുള്ളവർക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾ നമ്മളത് പറയും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ ലെവലിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ആ തലമുറയിലോട്ടൊന്നും അല്ല വളർത്തിക്കൊണ്ടുവരുന്നത്. അവരെ വേറൊരു ലെവലില്ല, ഈ പുതിയ തലമുറയിൽ തന്നെയാണ് വളർത്തുന്നത്. ഞങ്ങൾ ആദിവാസി കുടുംബങ്ങളിലെ തറവാട്ടിലുള്ളവരാണ്. ഇവിടെ എൻ്റെ അമ്മ ആണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് നൂറ്റാണ്ടുകളായിട്ട്. ഒരു 700 വർഷത്തെ പഴക്കം ഈ പാറയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ഇവിടെ ഈ ഞങ്ങളെ പൂർവികർ കണ്ടെടുത്ത് ഈ പാറയിൽ ദേവചൈതന്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അപ്പൂപ്പന്മാരാണ് ഇതിവിടെ സ്ഥാപിച്ചത്. ഇന്നും ഞങ്ങളത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇനി വരും കാലങ്ങളിലും എനിക്ക് 71 വയസ്സുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടരെല്ലാം എല്ലാ വർഷവും ഇവിടെ വന്ന് 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് പൂജയും ഊട്ടുകർമ്മവും നടത്താറുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും പോകുന്നത്. ഈ അപ്പൂപ്പനൊരു ഇരിപ്പിടം ഇവിടെ ഉണ്ട്. ദേവചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ ചൈതന്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പൂപ്പന്മാർ ഈ കാണുന്ന ഈ 2 ഇതിവിടെ സ്ഥാപിച്ചത്. ഇത് അഷ്ടദിക്പാലകരെ പോലെ അപ്പൂപ്പന്മാരെ ഏൽപ്പിച്ചിട്ടാണ് ഭഗവാൻ ഇവിടുന്ന് പുറപ്പെടുന്നത് എങ്ങോട്ടെങ്കിലും. ഈ പാറ പൊട്ടിക്കാൻ തന്നെ ഒരുപാട് ദുഷ്ടശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ പാറയും തുടർന്നുള്ള പാറകളല്ല. പക്ഷേ ഈ 2 ചൈതന്യങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇതാരും ഇതിൽ കൈ തൊടാൻ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഇത്രയും ജനങ്ങളെ കണ്ടല്ലേ, ഞങ്ങളുടെ കൂട്ടരാണ്. ഇനിയും വരാനുണ്ട്. അവരൊക്കെ സാങ്കേതികമായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് തന്നെയല്ല, മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഞങ്ങളുടെ ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇവിടുന്ന് വിട്ടുപോയ ആളുകൾ പല തരത്തിൽ കല്യാണം കഴിഞ്ഞ് പോയവരും അവരൊക്കെ എല്ലാം ഇവിടെ വന്ന് ഈ കർമ്മത്തിൽ പങ്കെടുത്തിട്ടേ അവർ പോകത്തുള്ളൂ. ഈ ദിവസം അങ്ങനെ അവലെ മലരെ പിന്നെ പഴം ഗണപതി പൂജ മൊത്തത്തിൽ ഗണപതി ഭഗവാനുള്ള പൂജ കംപ്ലീറ്റ്. പിന്നെ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഭാഷയുണ്ട്.
ആ ആദിവാസികളുടെ ഭാഷ. അത് നിങ്ങൾക്കും മനസ്സിലാകത്തില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും ചിലർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും മനസ്സിലാകില്ല. എൻ്റെ ഭാഷയാണ്, ലിപിയില്ലാത്തൊരു ഭാഷ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അത് അന്നേരം വരുന്നതാണ്. അത് നമ്മുടെ മനസ്സിൽ ലിപിയില്ലാത്ത ഭാഷയില്ലേ, അത് അന്നേരം നമുക്ക് അത് വരുന്നതാണ്. അത് മോഷണം പോയിട്ടുണ്ട്. അത് ആരാ കൊണ്ടുപോയെന്ന് ഒരു പിടിയില്ല. അവരൊന്നും രക്ഷപ്പെട്ട് കാണത്തില്ല. പിന്നെ ഇത് ഇവിടെ ക്ഷേത്രം പണിയുന്ന സമയത്തിന് ഈ കല്ല് പൊളിക്കുമ്പോൾ ആ നാണയങ്ങൾ ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് അന്നേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ.